എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. LBSന്റെ പാരാമെഡിക്കൽ ഡിപ്ലോമ കോഴ്സുകളിലേക്കുള്ള 4th സ്പെഷ്യൽ അലോട്ട്മെന്റ് നാളെ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇന്നലെ അപ്ഡേറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് ഇയർ ക്ലാസ്സസ് ഷാൾ കമൻസ് ഓൺ December 1, 2025. അതായത് ഫസ്റ്റ് ഇയർ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് December 1 തീയതി എന്ന് പറഞ്ഞിട്ടുണ്ട്. സോ അതെല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. അപ്പോൾ 4th സ്പെഷ്യൽ അലോട്ട്മെന്റ് നാളെ വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 4th സ്പെഷ്യൽ അലോട്ട്മെന്റിന്റെ കോളേജ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ആണ് നേരത്തെ കഴിഞ്ഞത്. ലാസ്റ്റ് ഡേറ്റ് ഇന്നലെ വൈകുന്നേരം 5 മണി വരെ ആയിരുന്നു ഓപ്ഷൻസ് കൊടുക്കാനായിട്ട്. സോ എല്ലാവരും കോളേജ് ഓപ്ഷൻസ് കൊടുത്തു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നാളെ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ എല്ലാവരും ലോഗിൻ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന്. ഇപ്പോൾ 4th സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടുന്നതെങ്കിൽ, അതായത് നേരത്തെ 3 അലോട്ട്മെന്റ്സിൽ ഒന്നും കിട്ടാതെ 4ാമത്തെ സ്പെഷ്യൽ അലോട്ട്മെന്റ് വരുമ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾക്ക് ഒരു കോളേജ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ സീറ്റ് കൺഫേം ചെയ്യുന്നതിന് വേണ്ടി ടോക്കൺ ഫീസ് അടയ്ക്കണം. അതല്ലാതെ വേറെ ബെറ്റർ കോളേജ് ഓപ്ഷൻസിന് ആണ് നേരത്തെ അലോട്ട്മെന്റ് കിട്ടി. ബെറ്റർ കോളേജ് ഓപ്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നവർക്ക് അടുത്ത അലോട്ട്മെന്റിൽ വേറൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ വീണ്ടും ടോക്കൺ ഫീസ് അടയ്ക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ 3rd സ്പെഷ്യൽ അലോട്ട്മെന്റ് കിട്ടിയ ഒരു കാൻഡിഡേറ്റ് 4th സ്പെഷ്യൽ അലോട്ട്മെന്റിൽ ചെയ്തിട്ടുണ്ട്, ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ ഒരു കാൻഡിഡേറ്റിന് 4th സ്പെഷ്യൽ അലോട്ട്മെന്റിൽ വേറൊരു കോളേജ് കിട്ടുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു കോളേജിലോട്ട് മാറാനായിട്ട് സാധിക്കും. ടോക്കൺ ഫീസ് അങ്ങോട്ട് ട്രാൻസ്ഫർ ആവുന്നതായിരിക്കും. സോ നേരത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇത് സ്പെഷ്യൽ അലോട്ട്മെന്റ് ആണ്. അതായത് നേരത്തെ അലോട്ട്മെന്റ്സിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ ആ സീറ്റ് വേക്കൻസിയാണ് ഈ സ്പെഷ്യൽ അലോട്ട്മെന്റ്സ് വഴി ഫില്ലായി പോകുന്നത്. ഇനി സീറ്റ് വേക്കൻസി എപ്പോഴാണോ കഴിയുന്നത് അതുവരെ അലോട്ട്മെന്റ്സ് കണ്ടക്ട് ചെയ്യുന്നതായിരിക്കും. സോ അത് എല്ലാവരും മനസ്സിലാക്കുക. ഓരോ സ്പെഷ്യൽ അലോട്ട്മെന്റ് കഴിയുന്തോറും ഒന്നേന്ന് സീറ്റ് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുണ്ട്. നേരത്തെ ഓപ്ഷൻസ് എല്ലാം ഓട്ടോമാറ്റിക്കലി ഡിലീറ്റ് ആവും. ഓരോ സ്പെഷ്യൽ അലോട്ട്മെന്റ് കഴിയുന്തോറും കാൻഡിഡേറ്റ് പുതിയ ഓപ്ഷൻസ് ഒന്നേന്ന് വേക്കൻസിയുടെ അടിസ്ഥാനത്തിൽ കൊടുക്കണം. ഇഫ് സപ്പോസ് 4th സ്പെഷ്യൽ അലോട്ട്മെന്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തില്ല എങ്കിൽ ആ സീറ്റ് ക്യാൻസൽ ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നേരത്തെ അലോട്ട്മെന്റിൽ ചെയ്തിട്ടുണ്ട്, അലോട്ട്മെന്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ 4th സ്പെഷ്യൽ അലോട്ട്മെന്റിൽ കോളേജ് ഓപ്ഷൻ രജിസ്റ്റർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ 4th സ്പെഷ്യൽ അലോട്ട്മെന്റ് വന്നപ്പോൾ വേറെ കോളേജ് ഒന്നും കിട്ടിയില്ല. അങ്ങനെയാണെങ്കിൽ നേരത്തെ സീറ്റ് ക്യാൻസൽ ആയി പോകുമെന്ന് ഒരു ഡൗട്ട് നിങ്ങൾക്ക് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചെയ്യത്തില്ല, സീറ്റ് ക്യാൻസൽ ആയി പോകത്തില്ല. സീറ്റ് ക്യാൻസൽ ആയി പോകുന്നത് ഒരു കണ്ടീഷനിലാണ്. ആ ഒരു കണ്ടീഷൻ എന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾക്ക് നേരത്തെ അലോട്ട്മെന്റിൽ വേറൊരു കോളേജ് കിട്ടി, നിങ്ങൾ കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അടുത്ത് വരുന്ന അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് വേറെ ഒരു കോളേജിലാണ് കിട്ടുന്നതെങ്കിൽ, അതായത് നേരത്തെ അലോട്ട്മെന്റിൽ കിട്ടിയ കോളേജ് അല്ലാതെ ഈ അലോട്ട്മെന്റിൽ പുതിയൊരു കോളേജാണ് കിട്ടുന്നതെങ്കിൽ നേരത്തെ സീറ്റ് ക്യാൻസൽ ആവുന്നതായിരിക്കും. നിങ്ങൾ ചെയ്യേണ്ടി വരും, പുതിയതായിട്ട് കിട്ടിയ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടി വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരിക്കൽ കൂടെ പറയാണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നേരത്തെ അലോട്ട്മെന്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്ത് ഈ സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ NOC വാങ്ങിച്ചെന്താണ് ഓപ്ഷൻ കൊടുത്തവർക്ക് ഈ അലോട്ട്മെന്റ് പബ്ലിഷ് ചെയ്യുമ്പോൾ വേറെ ഒരു കോളേജാണ്, അതായത് പുതിയൊരു കോളേജാണ് അലോട്ട്മെന്റ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ ആ അലോട്ട്മെന്റ് കിട്ടിയ കോളേജിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റിനുള്ളിൽ തന്നെ ജോയിൻ ചെയ്യണം. ടോക്കൺ ഫീസ് അങ്ങോട്ട് മാറുന്നതായിരിക്കും. കാരണം അങ്ങനെയുള്ളവർക്ക് വീണ്ടും പഴയ സീറ്റിലോട്ട് തന്നെ തിരിച്ചു പോകാനായിട്ട് സാധിക്കത്തില്ല. അതായത് നിങ്ങൾക്ക് നേരത്തെ കിട്ടിയ സീറ്റ് ക്യാൻസൽ ആയിട്ടായിരിക്കും അടുത്ത് വരാൻ പോകുന്ന ഈ 4th സ്പെഷ്യൽ അലോട്ട്മെന്റിൽ പുതിയതായിട്ട് കിട്ടുന്നത്. സോ അങ്ങനെയുള്ളവർ എത്രയും പെട്ടെന്ന് തന്നെ 4th ഏത് കോളേജാണോ കിട്ടുന്നത് ആ കോളേജിൽ കമ്പൽസറി ആയിട്ട് ജോയിൻ ചെയ്തിരിക്കണം. ജോയിൻ ചെയ്യാത്ത പക്ഷം നിങ്ങൾക്ക് നേരത്തെ ഉള്ള സീറ്റ് ഇതിൽ വേറെ കിട്ടിയാൽ ഓൾറെഡി നേരത്തെ കിട്ടിയ സീറ്റ് ഓൾറെഡി ക്യാൻസൽ ആവും. പിന്നെ ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ സീറ്റും ക്യാൻസൽ ആവും. ലാസ്റ്റ് ഒന്നും ഇല്ലാതെ ഇരിക്കരുത്. സോ അതുകൊണ്ടാണ് പറയുന്നത്, കോളേജിൽ വേറെ അലോട്ട്മെന്റിൽ നിങ്ങൾക്ക് വേറെ കോളേജാണ് കിട്ടുന്നതെങ്കിൽ കമ്പൽസറി ആയിട്ട് ജോയിൻ ചെയ്യണമെന്ന്. പിന്നെ നേരത്തെ അലോട്ട്മെന്റ് കിട്ടി കോളേജിൽ ജോയിൻ ചെയ്തവർക്ക് NOC വാങ്ങിച്ചതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. അലോട്ട്മെന്റ് വന്നപ്പോൾ അലോട്ട്മെന്റ് ഒന്നും കിട്ടിയിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങളുടെ നേരത്തെയുള്ള സീറ്റ് ക്യാൻസൽ ആവത്തില്ല, ആ സീറ്റ് സേഫ് ആയിട്ട് തന്നെ ഉണ്ടാവും. ഓരോ അലോട്ട്മെന്റിന്റെയും കോളേജ് ജോയിനിങ് ഡേറ്റ് കഴിഞ്ഞതിന് ശേഷം അലോട്ടഡ് ലിസ്റ്റ് അപ്ഡേറ്റ് ആവുന്നതായിരിക്കും. സോ അലോട്ടഡ് ലിസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ ഇനി എവിടെയൊക്കെയാണ് സീറ്റ് വേക്കൻസീസ് ഒക്കെ ഉണ്ടെന്ന് മനസ്സിലാക്കി അതിനനുസരിച്ച് അടുത്ത് വരാൻ പോകുന്ന അലോട്ട്മെന്റ്സിൽ ചെയ്യാൻ പറ്റും, കോളേജ് ഓപ്ഷൻസ് രജിസ്റ്റർ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. 4th സ്പെഷ്യൽ അലോട്ട്മെന്റിന് വേണ്ടി ഓപ്ഷൻ കൊടുത്തിരിക്കുന്നവർ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. LBSന്റെ സൈറ്റ് ചെക്ക് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കുക പുതിയ അപ്ഡേറ്റിന് വേണ്ടി. സോ എല്ലാവർക്കും ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. പുതിയൊരു അപ്ഡേറ്റ് അടുത്തൊരു വീഡിയോയിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു. ഓൾ ദ വെരി ബെസ്റ്റ്.